അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ. സമാദരണീയരായ സയ്യിദന്മാരെ, അഭിമന്യരായ ഉസ്താദുമാരെ, വേദിയിലും സദസ്സിലുമായിട്ടുള്ള സമസ്തയുടെയും പോഷകങ്ങളുടെയും സമ്മതിതരായ നേതാക്കന്മാരെ, വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, നല്ലവരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ബിഹഖി നബിയ്യിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, വളരെ നേരത്തെ തുടങ്ങി നമ്മുടെ പ്രോഗ്രാം. സമയം ഏറെ വൈകിയിട്ടും എല്ലാവരും പോകാതെ കാത്തിരിക്കുകയാണ്. വേദിയിലിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ സദസ്സിലേക്ക് നോക്കി അത്ഭുതപ്പെടുകയാണ്. ഈ ഒരു മാസത്തിൻ്റെ ഇടക്ക് കഴിഞ്ഞ ജനുവരി 26-ന് മനുഷ്യജാലിക എല്ലാ ജില്ലകളിലും ആയിരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് 28-ന് ബാംഗ്ലൂരിലും വലിയൊരു മഹാസമ്മേളനം നടന്നു. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്ക് കോഴിക്കോട് മുഖദ്ദസിൽ ലക്ഷങ്ങൾ അണിനിരത്തിക്കൊണ്ട് SKSന്റെ 30-ാം വാർഷിക മഹാസമ്മേളനം നടന്നു. അതിൻ്റെ ഇടയിൽ SBയുടെ 35-ാം വാർഷികവും SBയുടെ 30-ാം വാർഷിക സമ്മേളനം നടന്നു. ഇപ്പോൾ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് ഒരു വലിയ മഹാസമ്മേളനം എടുത്തെടുത്തിരിക്കുകയാണ്. ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയധികം സമ്മേളനങ്ങൾ ലക്ഷങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്താൻ കഴിയുന്ന ഏക പ്രസ്ഥാനം പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ പാതിരാ സമയത്തും ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്. ഇത് കേരളത്തിൽ ഏതൊരു സംഘടനക്കാൻ സാധ്യമാകുക? ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ശക്തി എന്താണെന്ന് ഏവരെയും ബോധ്യപ്പെടുത്തുന്ന ഒരു മഹാസമ്മേളനമാണ് അൽഹംദുലില്ലാഹ് ഈ പാതിരാ സമയത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് സമ്മേളനം കഴിഞ്ഞ് ഒരു കരിപ്പൂർ സമ്മേളനം വെക്കുമ്പോൾ പലർക്കും ആശങ്കയുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഒരു സമ്മേളനം വെച്ചാൽ വിജയിക്കുമെന്ന്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇനി നാളെ ഒരു സമ്മേളനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇതുപോലെ ലക്ഷങ്ങൾ നാളെയും തടിച്ചു പോകും. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആ പ്രസ്ഥാനത്തിൻ്റെ കൂടെ മരിക്കുവോളം പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണം ഹൈറാകുമ്പോൾ ഈമാനോടെ മരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. സമസ്തയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു സാഹചര്യമാണിത്. ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ മുജാഹിദിൻ്റെ സമ്മേളനം നടക്കുകയുണ്ടായി. മുജാഹിദിൻ്റെ സമ്മേളനം ഒന്ന് കോഴിക്കോട് നടന്നു, ഒന്ന് മലപ്പുറത്ത് നടന്നു, ഒന്നിപ്പോൾ ഇവിടെയും നടന്നു. ഓരോ വിഭാഗവും അവകാശപ്പെടുന്നു ഞങ്ങളാണ് യഥാർത്ഥ മുജാഹിദ് എന്ന്. ഇവിടെ സമ്മേളനം നടന്ന് ആ സമ്മേളനത്തിൻ്റെ സമാപന പ്രസംഗത്തിൽ അതിൻ്റെ KNMന്റെ സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയായ അവരുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വം പറയുകയുണ്ടായി, KNMന്റെ യഥാർത്ഥ KNM എന്ന് പറയുന്നത്, യഥാർത്ഥ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തുടർച്ച എന്ന് പറയുന്നത്, യഥാർത്ഥ മുജാഹിദ് എന്ന് പറയുന്നത് ഞങ്ങളാണെന്നുള്ളത്. മറ്റുള്ളതൊന്നുമല്ല, ഞങ്ങളാണ് യഥാർത്ഥ മുജാഹിദ്. ഞങ്ങളുടെ ആശയമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആശയം. മറ്റുള്ളതൊന്നും യഥാർത്ഥ മുജാഹിദല്ല, യഥാർത്ഥ ഇസ്ലാഹി പ്രസ്ഥാനമല്ല. ഞാൻ ആ ഭാഗം കേൾപ്പിച്ചുകൊണ്ടാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഒന്ന് പറയട്ടെ. ഒരു കാര്യം നമുക്കെല്ലാവർക്കും ബോധ്യമായി, നമ്മെ ദൂരെ നിന്നും അടുത്തു നിന്നുമൊക്കെ വീക്ഷിക്കുന്ന ആളുകൾക്കും ബോധ്യമായി, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശപരവും സംഘടനാപരവും സാമൂഹികവുമായ എല്ലാ പിന്തുടർച്ചയും അവകാശപ്പെടുവാൻ സാധിക്കുന്ന കേരളത്തിലെ ഏക മുജാഹിദ് പ്രസ്ഥാനം KNM മർക്കസുൽ ദഅവ ആണ് എന്ന്. KNM മർക്കസുൽ ദഅവയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ. അവരാണ് ശരിയായ റൂട്ടിലൂടെ പോകുന്നത്. അവരാണ് ആദ്യം തുടർന്ന് പറയുന്നുണ്ട്, ശരിയായ റൂട്ടിൽ പോകുന്നത് സ്വർഗത്തിൻ്റെ ആളുകൾ അവരാണെന്നാണ്. എന്നാൽ മറുവിഭാഗം അതിനെന്താ പറഞ്ഞത്? അവരുണ്ട്, നിങ്ങളൊരിക്കലും സ്വർഗത്തിൽ പോകില്ല, അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മർക്കസുൽ ദഅവയുടെ ടീം ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. അവർ ശരിയായ റൂട്ടിലൂടെയല്ല പോകുന്നത്. വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ടാ പറയുന്നത്. കേൾക്കും നിങ്ങൾ, വിസ്ഡം ഗ്രൂപ്പ് ഇവരെ കുറിച്ച് പറയുന്നത്. അവർ പറയുന്നു, ആര്? ഞങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. പിന്നെ അതിനുശേഷം അവരിൽ ഒരു വിഭാഗം, അതാ ഉദാഹരണം മർക്കസുൽ ദഅവ,
ഞാൻ ഇത് വെറുതെ പറയല്ല. അല്ലാഹ് അവരിൽ ഒരു വിഭാഗം അതാ തിരിഞ്ഞു കളയുന്നു. ഫമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവർ മുഅ്മിനുകളല്ല. എന്തോന്ന് വിസ്ഡം ഗ്രൂപ്പ് മുഅ്മിനീങ്ങളല്ലെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പിന്തുടർച്ച ഉണ്ടെന്ന് മാത്രമല്ല അവർ മുഅ്മിനീങ്ങളല്ലെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. പറയട്ടെ പ്രശ്നം അതല്ല പറയാ. വൈദാ ദൂ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും ഇദാ ഫരീഖും മിൻഹും മുഗ്രിദൂൻ. അതായത് 2002 വരെ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓൽക്ക് വിഷയമല്ല. ആ ബുഖാരിയിൽ ഉണ്ടല്ലേ, അത് പരിഗണിക്കേണ്ടതാണ്. ഇപ്പൊ ചോദിക്കണത് എന്തറിയോ? ബുഖാരിയിലല്ലേ ഖുർആനിലല്ലല്ലോ. ഇതാ വ്യത്യാസം. അല്ല പറഞ്ഞു തരാ 14 നൂറ്റാണ്ട് മുമ്പ് ഇങ്ങനെ ചില വിഭാഗം ഉണ്ടാവും. ഇതാ ആ ഹദീസ് പത്തരമാറ്റാണ്, മുത്തവാത്തിറാണ്. 4 യുക്തിക്ക് ഈച്ചന്റെ ഒരു ചിറകിൽ ഔഷധവും ഒരു ചിറകിൽ രോഗാണും എനിക്ക് വിശ്വസിക്കാം. നിങ്ങൾക്കറിയോ കൊളറാഡോ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിന്റെ ഷഡ്പഥ വിജ്ഞാനിയം വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്തൊക്കെ ഇപ്പോ ഈ കസേലയിൽ ഇരുന്നിട്ട് കൊളറാഡോ യൂണിവേഴ്സിറ്റി എന്നൊന്ന് അടിച്ചു കൊടുത്തേ, അതിലെ ഷഡ്പഥ വിജ്ഞാനി അടിച്ചു കൊടുത്തേ, ഈച്ചയുടെ ചിറകിൽ ഔഷധമുണ്ടോ, ഈച്ചയുടെ ചിറകിൽ ഓയിൽമെന്റ് ഉണ്ടാക്കലുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കേ. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹിന്റെ റസൂലാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാ പറയുന്നത്. ഈച്ചന്റെ ഹദീസ് കഴിഞ്ഞ മുജാഹിദ് സമ്മേളനത്തിൽ ഉണ്ടായ വിഷയമാണ്. ആ മുജാഹിദ് സമ്മേളനത്തിൽ ഈച്ചയുടെ വിഷയം പറഞ്ഞ് വിവാദമായ വ്യക്തിക്ക് ഈ സമ്മേളനത്തിൽ സ്വീകരണം കൊടുത്തു. അന്ന് അദ്ദേഹം KNM ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹം മർക്കസ് ദേവന്റെ ആളായി. എന്നിട്ട് അദ്ദേഹത്തിന് സ്വീകരണം എന്താ? അദ്ദേഹത്തിന്റെ പ്രത്യേകത മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ തള്ളിക്കളഞ്ഞു. ഇവിടെ സമ്മേളനം നടത്തിയ വിഭാഗത്തിന്റെ വാദം നോക്കൂ നിങ്ങൾ. അവർ പറയുന്നത് എല്ലാ ഹദീസും സ്വീകരിക്കാൻ പറ്റില്ല, ഹദീസുകൾ തള്ളിക്കളയണം. എന്താണ് ഈ തള്ളുന്നത്? പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ വിശുദ്ധ ഖുർആൻ എന്തേ പറഞ്ഞത്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറ. അള്ളാഹും റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ നിൽക്കാൻ മുഅ്മിനീങ്ങൾക്ക് പാടില്ല. പിന്നെ എൻ്റെ ഇഷ്ടം ഇങ്ങനെയാണ്, എൻ്റെ താല്പര്യം ഇങ്ങനെയാണ് എന്ന് പറയാൻ ഒരു മുഅ്മിനും ഒരു വിശ്വാസിനിക്കും സാധ്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ഇവിടെ സമ്മേളനം നടത്തിയ വിഭാഗം പറഞ്ഞെന്താ അറിയോ? ഒരുപാട് ഹദീസുകൾ തള്ളിക്കളയണം. ബുഖാരിൽ ഇല്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞത് ബുഖാരിൽ ഉണ്ടായിക്കോട്ടെ, ബുഖാരിൽ ഉണ്ടെങ്കിലും തള്ളിക്കളയണം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഫഹാദിഹിൽ ആയത്തു ആമത്തുൻ ഫീ ജമീഇൽ ഉമൂരി. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഈ ആയത്ത് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചല്ല, എല്ലാ വിഷയങ്ങൾക്കും ഉള്ളതാണ്. വദാലിക അന്നഹു ഇദാ ഹക്കമല്ലാഹു വറസൂലുഹു ബിശൈഇൻ, അല്ലാഹുവോ റസൂലോ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫലൈസ ലി അഹദിൻ, ഒരാൾക്കും സാധ്യമല്ല, ഒരാൾക്കും പാടില്ല, മുഖാലഫത്തുഹു, അല്ലാഹുവോ റസൂലോ ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിരെ നിൽക്കാൻ പാടില്ല. വലഖ്തിയാറ ലി അഹദിൻ ഹൗന, ഒരാൾക്കും സ്വന്തം ഇഷ്ടപ്രകാരം വേറൊന്നും കൂടെ പറയാൻ പാടില്ല. വലാ റഅയ വലാ ഖൗല, ഒരു അഭിപ്രായം പറയാൻ പാടില്ല, ഒരു വാക്കും പറയാൻ പാടില്ല എന്ന് പറയുമ്പോ ഇവിടുത്തെ മുജാഹിദുകൾ പറയുന്നുണ്ടാ, ഇവിടെ സമ്മേളനം നടത്തിയ മുജാഹിദ് പറയുന്നത് നമ്മുടെ ബുദ്ധിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തള്ളിക്കളയണം. ഇവിടെ സമ്മേളനം നടത്തിയ ഒരു ഗ്രൂപ്പിന്റെ വലിയ നേതാവായ അബ്ദുസ്സലാം സുല്ലമി അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത്, ഇവിടെ വിതരണം ചെയ്തൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 18ാമത്തെ പേജിൽ പറയും, നോക്കൂ നിങ്ങൾ. ഇതിൽ പറയാണ്, ശാസ്ത്ര സത്യങ്ങൾക്ക് എതിരായിട്ട് ഹദീസ് വന്നാൽ ആ ഹദീസും തള്ളിക്കളയണം. ഏതെങ്കിലും ഒരാള് ഒരു ശാസ്ത്രജ്ഞ വിഷയം കണ്ടെത്തി അത് ഹദീസിന് വിരുദ്ധമാണെങ്കിൽ ആ ശാസ്ത്രം തള്ളണം എന്നല്ല പറഞ്ഞത്, പിന്നെ ഹദീസ് തള്ളിക്കളയണം. എവിടേക്കാണ് ഇവർ സമുദായത്തെ കൊണ്ടുപോകുന്നത്? ആദ്യമൊക്കെ ഒരു ഇമാമിങ്ങളെ തള്ളി പറഞ്ഞിരുന്നുള്ളൂ, നമ്മുടെ ഉസ്താദുമാരെ തള്ളി പറഞ്ഞുള്ളൂ. ഇപ്പൊ പോയി പറയുന്നു ഹദീസുകൾ തള്ളിക്കളയണം, ശാസ്ത്രത്തെ സ്വീകരിക്കണം. എവിടേക്കാണ് ഈ സമുദായത്തെ ഇവർ കൊണ്ടുപോകുന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്നു ഒരു മുഅ്മിനും അങ്ങനത്തെ ഒരു ചിന്തയെ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഇവർ പറയുന്നത് കേൾക്കും നിങ്ങൾ, ഹദീസുകൾ തള്ളിക്കളയണമെന്ന് സുല്ലമി തന്നെ പറയുന്നത് കേൾക്കുക. ഇല്ല. അടുത്ത കാരണം ഖുർആന് അതിന് മുഴുവൻ കൊള്ളേണ്ടതാണ്. കൊള്ളേണ്ടതും തള്ളേണ്ടതും ഖുർആനിലില്ല. ഹദീസിൽ കൊള്ളേണ്ടതും തള്ളേണ്ടതുമുണ്ട്. പിന്നുള്ളത് ഹദീസ് ഗ്രന്ഥത്തിലെ ഹദീസുകളിൽ ബുഖാരി ഒക്കെ മുന്നിലൂടെയും പിന്നിലൂടെയും അസത്യം വന്നിട്ടുണ്ട്. കണ്ടോ? ഖുർആനിൽ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഇല്ല, പക്ഷെ ഹദീസിൽ കൊള്ളേണ്ടതുമുണ്ട് തള്ളേണ്ടതുമുണ്ട്. ബുഖാരിയിലൊക്കെ പിന്നിലൂടെയും മുന്നിലൂടെയും അസത്യങ്ങൾ വന്നിട്ടുണ്ട്.
എവിടേക്കാണ് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? ഇത് നമ്മൾ പറയണ്ടേ? ഇത് തിരുത്തി കൊടുക്കണ്ടേ? ഇത് പറയണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ നമുക്ക് കഴിയുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിനെ കുറിച്ച് അതിൽ കൊള്ളേണ്ടതുമുണ്ട്, തള്ളേണ്ടതുമുണ്ട്. ബുഖാരിയിലടക്കം അസത്യങ്ങളുണ്ട്, അത് തള്ളിക്കളയണം. എന്നിട്ട് അത് നിർത്തുന്നില്ല. അദ്ദേഹം പറയാണ്, ഹദീസുകൾ, ചില ഹദീസുകളിൽ വാക്കിൽ പിഴവും നെല്ലിൽ പതിരും ഉണ്ടാകുന്നത് പോലെ ഹദീസുകൾ ധാരാളം പിഴവുകൾ ഉണ്ടാവാം. പറയട്ടെ. അതുകൊണ്ട് ഹദീസിന്റെ പരമ്പര, സനദ് എന്ന് പറയും, അത് സ്ഥിരപ്പെട്ടതാണെങ്കിലും വാക്കിൽ പിഴവും നെല്ലിൽ പതിരും സ്വാഭാവികം എന്ന് പറഞ്ഞതുപോലെ വാക്കിൽ പിഴവുകളും ഹദീസിൽ കാണാൻ സാധിക്കും. കണ്ടോ? പരമ്പര സ്വഹീഹാണെങ്കിൽ പോലും സാധാരണ അവർ ചോദിക്കാറ് ഹദീസ് സ്വഹീഹാണോ സ്വഹീഹാണോ എന്ന് ചോദിക്കാറ്. ഇപ്പോൾ പറയുന്നത് ഹദീസ് സ്വഹീ ആണെങ്കിൽ പോലും, പരമ്പര സ്വഹീ ആണെങ്കിൽ പോലും നമ്മൾക്ക് പറ്റില്ലെങ്കിൽ തള്ളിക്കളയണം. എവിടേക്കാണ് ഇവർ പോകുന്നത്? ഇപ്പോൾ ഇവരെ വാദം എവിടെത്തി? ഇവർ രണ്ട് ഗ്രൂപ്പായി പിരിഞ്ഞപ്പോ സക്കരിയ സലാഹി പറയാണ്, ബുദ്ധിക്ക് യോജിക്കാത്ത എല്ലാ ഹദീസും തള്ളണമെന്നുള്ള വാദമാണ് ഇവർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബുദ്ധിക്ക് യോജിക്കണില്ലെങ്കിൽ ആ ഹദീസ് തള്ളണം. അങ്ങനെയാണെങ്കിൽ എത്ര ഹദീസ് തള്ളേണ്ടി വരും? നമുക്ക് മനസ്സിലാകാത്ത ഹദീസുകളൊക്കെ തള്ളിക്കളയണം. എന്നിട്ട് സക്കരിയ സലാഹിനെ ചോദിക്കുകയാണ്, ഈ പോക്ക് പോയാൽ നമ്മൾ എല്ലാം തള്ളേണ്ടി വരില്ലേ? എന്താ വെച്ചാല് ഇപ്പൊ പൊതുവെ ഹദീസുകൾ സ്വീകരിക്കുമെന്ന് പറയുന്ന ആളുകൾ തന്നെ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ അഭിരുചിക്കും യോജിച്ചത് മാത്രമേ സ്വീകരിക്കുള്ളൂ, അല്ലാത്തത് ഒരൊറ്റ തട്ടാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ആ ഹദീസ് കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അവര് പറയാണ്, ഇപ്പൊ ചില മുജാഹിദുകള് ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകളൊക്കെ തട്ടിക്കളയണമെന്ന് പറഞ്ഞു നടക്കുകയാണ്. ഒറ്റ തട്ട്. എടോ, തനിക്ക് മുമ്പ് ഈ ഹദീസ് എത്ര ആള് തള്ളിയിട്ടുണ്ട്? 13 നൂറ്റാണ്ട് കഴിഞ്ഞ് 14-ാം നൂറ്റാണ്ടത്, 14-ാമത്തെ നൂറ്റാണ്ടിൽ വരുന്ന ഈ മനുഷ്യൻ എത്ര തലമുറ കഴിഞ്ഞു പോയി? ദിഷണാശാലികളും ബുദ്ധിമാന്മാരുമായ ഒരുപാട് പണ്ഡിതന്മാരും ശ്രേഷ്ഠന്മാരും കഴിഞ്ഞു പോയി. അവരൊക്കെ ഈ ഹദീസിനെ എങ്ങനെയാ സമീപിച്ചത്? അവരൊക്കെ ഒരൊറ്റ തട്ട് തട്ടിയതാണോ? ഇതൊന്ന് പരിശോധിക്കാനുള്ള സന്മനസ് പോലും നമ്മൾ കാണിക്കാതെ ഒരൊറ്റ തട്ട് തട്ടുകയാണ്. എന്നിട്ട് ചോദിച്ചാൽ അതൊന്നും ബുദ്ധിക്ക് യോജിക്കൂല. ചില ആളുകൾ പറയും ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസ് എടുക്കണമെന്നുണ്ടോ? സുഹൃത്തെ, അങ്ങനെ ബുദ്ധിക്ക് യോജിക്കാത്തൊരു ഹദീസ് സഹീഹായിട്ട് ഉണ്ടാവില്ല. അതുകൾ മനസ്സിലാക്കണം ആദ്യം. നമുക്ക് തൽക്കാലം മനസ്സിലായില്ല എന്ന് വരാം. നമുക്ക് മനസ്സിലാത്ത എന്തെല്ലാം കാര്യമുണ്ട്, ഒക്കെ തള്ളല. നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ, അതൊക്കെ പ്രത്യക്ഷത്തിൽ തന്നെ കേട്ടപാട് തള്ളലാണോ? അതെന്താ എനിക്ക് മനസ്സിലായിട്ടില്ല, അറിയണവരോട് ചോദിക്കണം എന്ന് പറയല്ലേ ചെയ്യാ. കണ്ടോ? നമുക്ക് ബുദ്ധിക്ക് യോജിക്കില്ല എന്ന് കരുതി എല്ലാം തള്ളാൻ പറ്റുമോ? ഇതിനെക്കുറിച്ച് പൂർവികർ എന്താ പറഞ്ഞു നോക്കണ്ടേ? ഇതല്ലേ നമ്മൾ ഇത്ര കാലം പറഞ്ഞത്. ഇസ്തിഖാസയെ കുറിച്ച് പറയുമ്പോൾ, തവസ്സുലിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ മുജാഹിദുൽ പ്രസ്ഥാനം നമ്മൾ തർക്കത്തിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അവിടൊക്കെ നമ്മൾ ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ ഇവർ തള്ളിക്കളയും. അപ്പൊ നമ്മൾ പറയാറുള്ളെന്താ, ഇമാമികൾ ഹദീസിനെ കുറിച്ച് എന്ത് പറഞ്ഞു, പൂർവികർ എന്ത് പറഞ്ഞു, നമ്മളെ ബുദ്ധിക്കനുസരിച്ച് തള്ളാൻ പാടില്ല. പക്ഷേ ഇവിടെ സമ്മേളനം നടത്തിയ ടീമിന്റെ വലിയ നേതാവ്, അവരുടെ സെക്രട്ടറി പറഞ്ഞറിയോ, ഏതൊരാളുടെയും വാക്കുകൾ തള്ളേണ്ടതുണ്ടാകും. എല്ലാവരും അന്ധമായി അംഗീകരിക്കാൻ പാടില്ല. സാക്ഷാൽ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും തള്ളേണ്ടി വരും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും തള്ളേണ്ടി വരും. ആരാ പറയുന്നത്? ഇവിടെ സമ്മേളനം നടത്തിയ ആ ടീമിന്റെ ഏറ്റവും വലിയ നേതാവ്. കേൾക്കും നിങ്ങൾ. പടച്ചവൻ മാത്രമാണ്, വേറെ ആര് ചെയ്താലും ചോദിക്കണം എന്തിനാണ്. കണ്ടോ? പടച്ചോനല്ലാതെ ആര് എന്ത് ചെയ്താലും ചോദിക്കണം. പറയട്ടെ, ആര് ചെയ്താലും ശരി. അതല്ല നിങ്ങൾ ചോദ്യം ചെയ്യാതെ കണ്ട് ഒരുത്തരെ അന്ധമായി അനുകരിക്കുന്നുവെങ്കിൽ അവന് ദിവ്യത്വം കൽപ്പിച്ചു എന്നതിന്റെ അർത്ഥം. അവൻ ദൈവമാക്കിയിരിക്കുന്നു നിങ്ങൾ. അത് ആര് ചെയ്താലും ചോദിക്കണം. മുഹമ്മദ് നബി തന്നെയാണല്ലോ ഏറ്റവും അടുത്തത്. മുഹമ്മദ് നബി ചെയ്താലും ചോദിക്കണം എന്തിനാ ചെയ്തത്. കണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്താലും ചോദിക്കണം എന്തിനാ ചെയ്തത്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയോ? പടച്ചോനെ പേടിയുള്ളവരെ ഇവരുമായി കൊണ്ട് അഡ്ജസ്റ്റ്മെന്റിൽ പോകാൻ നമുക്ക് കഴിയോ? ആരെയാണ് ഈ തള്ളുന്നത്? അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തള്ളിക്കളയണം. ആരെയും നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം, സ്വീകരിക്കാൻ പറ്റൂലേ? അത് മുത്തുനബിയാണെങ്കിൽ പോലും പറഞ്ഞിപ്പോ എവിടെത്തി? ഇവിടെ സമ്മേളനത്തിൽ പ്രസംഗിച്ചെന്താ അറിയോ? ഖുർആൻ പോലും അന്ധമായി അനുകരിക്കരുത്. ആദ്യം സഹാബത്തിനെ തള്ളി,
മുമ്പ് താബിയങ്ങളെ തള്ളി, അതിൻ്റെ മുമ്പ് നമ്മൾ ഉസ്താദുമാരി ഇമാമിങ്ങളെയും തള്ളി, പിന്നെ ഹദീസ് തള്ളി. ഇവിടെ വന്നപ്പോൾ ഒന്നുകൂടി കയറി വിശുദ്ധ ഖുർആനെ കുറിച്ച് ഇവിടുന്ന് പ്രസംഗിച്ചെന്താ അറിയോ? വിശുദ്ധ ഖുർആൻ അന്ധമായി അനുകരിക്കരുത്. നമ്മളൊക്കെ ഒന്ന് ഖുർആൻ കിട്ടിയെന്ന് നോക്കണം. നമുക്ക് പറ്റൂലേ? പറ്റുമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളാം. അതിന് തെളിവെന്താ? ആയത്ത് കേട്ടോളുന്നുണ്ട്. ഖുർആൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷമായ കാര്യം ദൈവികമായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്നതാണ്. ദൈവിക സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത്. ഖുർആൻ നൽകുന്ന സൂചനയാണ്. ഖുർആൻ നമ്മോട് പറയുന്നതാണ്, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പോലും അന്ധമായിട്ട് അനുകരിക്കരുത്. നമ്മളൊന്ന് ആലോചിക്കണം, ബുദ്ധിക്ക് കൊള്ളൂലേ? പറയട്ടെ. അനുകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിന്തയെ കൊന്നുകളയുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 25-ാം അധ്യായത്തിലെ 73-ാമത്തെ വചനത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തുന്നുണ്ട്. വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന. ഈ പദത്തിന്റെ താല്പര്യം നിങ്ങൾ അന്ധമായി അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് വരരുത് എന്നു തന്നെയാണ്. ഉണ്ടോ? എന്താ പറഞ്ഞത്? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്ത് മുഅ്മിനീങ്ങൾ അടയാളം പറഞ്ഞ് വൈബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന എന്നിങ്ങനെ തുടങ്ങി മുഅ്മിനീങ്ങൾ അടയാളം പറഞ്ഞു കൊണ്ടുവന്നിട്ട് അള്ളാഹു പറഞ്ഞു വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാനാ. ഈ ആയത്ത് ഓതിയിട്ട് പറയണം, ഈ ആയത്തിൻ്റെ താല്പര്യം ഖുർആനൊന്നും നമ്മൾ അന്ധമായിട്ട് അനുകരിക്കരുത് എന്നാണ്. ഈ ആയത്തിന് ഈ അർത്ഥം ആര് പറഞ്ഞു? നേരത്തെ സയ്യിദുൽ ഇവിടെ പറഞ്ഞല്ലോ, സംവാദത്തിനാണ് ഇവിടെ കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് പറയാനുണ്ട്, ഈ ആയത്ത് വെച്ച് മുജാഹിദ് സമ്മേളനത്തിലെ വലിയൊരു പ്രശ്നമാണിത്. ഇതിപ്പോൾ ഓതിയ ആളാരറിയോ? മുജാഹിദിൻ്റെ വലിയ നേതാവായിരുന്ന അമാനി മൗലവിയുടെ പേരക്കുട്ടിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞ് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ട് ആയത്തുകൾ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അന്ധമായി അനുകരിക്കാൻ പാടില്ല. അതിന് തെളിവെന്താ? ഈ ആയത്താണ്. എന്താണ് ആയത്തിൽ അള്ളാഹ് പറഞ്ഞത്? ഈ ആയത്തിൽ എന്ത് പറഞ്ഞു? ഇതിന് മറുപടി ഇയാൾ വല്യപ്പതിന് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അത് വായിക്കാം. അമാനി മൗലവിയുടെ തഫ്സീർ വായിക്കാം, അദ്ദേഹത്തിന്റെ പരിഭാഷ ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ ആയത്തുകൾ മുഖേന ഉപദേശിക്കപ്പെടുന്ന അവസരത്തിൽ അവിശ്വാസികളും കപടവിശ്വാസികളും ചെയ്യാറുള്ളത് പോലെ അശ്രദ്ധയും അവഗണനയും അവർ കാണിക്കുകയില്ല. നേരെ മറിച്ച് കണ്ണും കാതും കൊടുത്ത് സശ്രദ്ധം അത് മനസ്സിലാക്കുകയും സബഹുമാനം അത് സ്വീകരിക്കുകയും ചെയ്യുവാൻ ആവേശപൂർവ്വം തയ്യാറാവുകയാണ് ചെയ്യുക. ഇയാൾ പറഞ്ഞ നേരെതിരെ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ കേട്ടാൽ മുഅ്മിനീങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി സ്വീകരിക്കുമെന്നാണ് അമാനി മൗലവി പറഞ്ഞത്. എന്നിട്ട് അമാനി മൗലവി ഒന്നുകൂടി പറയുന്നുണ്ട്, ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ അല്ലെങ്കിൽ താല്പര്യപൂർവ്വം ദുർവ്യാഖ്യാനം ചെയ്തതുപോലെ അള്ളാഹുവിന്റെ ആയത്തുകൾ കൊണ്ട് ഉപദേശിക്കപ്പെടുമ്പോൾ അത് കണ്ണടച്ച് വിശ്വസിക്കാതെ വിമർശന ബുദ്ധ്യ പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ എന്നല്ല ഈ വചനത്തിന്റെ സാരം. പേരക്കുട്ടിക്ക് വല്യപ്പ നേരത്തെ മറുപടി ഉറച്ചിട്ടുണ്ട്. അങ്ങനെ ആയത്തിന് അർത്ഥം വെക്കാൻ പാടില്ല. നോക്ക്, നിങ്ങൾ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കണമെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം. എന്നിട്ട് നമ്മളെ ബുദ്ധി കൊള്ളുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാൻ, ഇല്ലെങ്കിൽ പറ്റൂല. എന്നിട്ട് അമാനി മൗലവി പറയാണ്, ഈ പറയുന്നത് കേവലം അസംബന്ധവും അതിര് കവിച്ചലുമാകുന്നു. ഇതല്ലേ സയ്യിദുൽ കൂടെ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ നമ്മുടെ ഇഷ്ടത്തിന്. ഇതാരവിടെ തുടങ്ങി വെച്ചത്? ഇതവിടെ ആരാ തുടങ്ങി വെച്ചത്? CN അഹമ്മദ് മൗലവി. അദ്ദേഹത്തിന്റെ വാദം എന്തായിരുന്നു? ഖുർആനിലെ ആയത്തുകളുമൊക്കെ നമ്മളെ ബുദ്ധിക്ക് കൊള്ളുന്നില്ലെങ്കിൽ നമ്മളെ ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കണം. അദ്ദേഹം വ്യാഖ്യാനിച്ചു എന്താ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കടലിലേക്ക് പോയിട്ട് അള്ളാഹു തആല കടലിനെ അടിക്കാൻ പറഞ്ഞല്ലോ, വടിയുണ്ട്. അടിച്ചപ്പോൾ കടൽ പിളർന്നില്ലേ? അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുക? ഒരു വടിയുണ്ട് അടിക്കുമ്പോൾ ഇങ്ങനെ കടലെങ്ങനെ പിളരുക? എന്നിട്ട് എങ്ങനെ ആയിക്കൂടി നടന്നു പോകുക? അത് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. അപ്പൊ അദ്ദേഹം വ്യാഖ്യാനിച്ചു, മൂസാ നബി എന്ന് പറഞ്ഞാൽ കടലിന്റെ വേലിയേറ്റം അറിയുന്ന ആളാണ്, വേലി ഇറക്കം അറിയുന്ന ആളാണ്. അതുകൊണ്ട് വടി കുത്തിയിട്ട് എവിടേക്കാണ് ആഴുള്ളത്, ആയല്ലാത്തതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോയി, കടൽ കൂടി വടി കുത്തിയിട്ട് പോയി. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചാണ്. അത് ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം വലിയ താല്പര്യപൂർവ്വം പറയുന്നുണ്ട്. അന്ന് CN അഹമ്മദ് മൗലവി നല്ല മനസ്സുകൊണ്ടാണ് അങ്ങനെ വ്യാഖ്യാനിച്ചെന്നപ്പോൾ പ്രസംഗിക്കുന്നത്. CN അഹമ്മദ് മൗലവി ഖുർആൻ അങ്ങനെ ദുർവ്യാഖ്യാനിച്ചത് വേറെ ഒരുപാടുണ്ട്.
ഇന്ന ആയത്ത് മുലുക്കിയ എഴുത്തിയേക്കും താബൂത്ത് ഫിഹി സക്കീന, ഒരു പെട്ടി വന്നതിനെ വെച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ പെട്ടി മലക്കുകൾ ചുമക്കെന്ന് പറഞ്ഞപ്പോ മലക്കുകൾ ഇങ്ങനെ പെട്ടി ചുമന്നുകൊണ്ടുക. അപ്പൊ അമാനി പോലെ CN അഹമ്മദ് മൗലവി പറഞ്ഞു, അത് മലക്കുകൾ എന്നല്ല അർത്ഥം, കാളവണ്ടി എന്നാണ് അർത്ഥം. മലക്കുകൾ കാളവണ്ടിയായി. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഉറുമ്പ് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ CN അഹമ്മദ് മൗലവി ചിന്തിച്ചു, എങ്ങനെ ഇപ്പൊ ഉറുമ്പ് സംസാരിക്കാം? അപ്പോൾ CN അഹമ്മദ് മൗലവി പറഞ്ഞു, ഉറുമ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ നംലത്ത് ഗോത്രത്തിൽപ്പെട്ട ആ ഗോത്രത്തിലെ അറിയപ്പെട്ട പെണ്ണ് സംസാരിച്ചു എന്നാണ് അർത്ഥം. ഉൾക്കൊള്ളാൻ കഴിയത്തക്ക വ്യാഖ്യാനിക്കണം, ദുർവ്യാഖ്യാനിക്കണം. അങ്ങനെ ഒരു വ്യാഖ്യാനിച്ചതിനെ ഇപ്പൊ ഒരു മൗലവി പറയാണ് അതൊക്കെ നല്ല ഉദ്ദേശത്തോടെ ചെയ്തതാണ്. കേൾക്കും നിങ്ങൾ. അതായത് അന്നത്തെ വളരെ പ്രഗത്ഭനായിരുന്ന ഇസ്ലാമിനെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു പണ്ഡിതനായിരുന്നു CN അഹമ്മദ് മൗലവി. ഞാനിത് വളരെ കരുതിക്കൂട്ടിയാണ് ഈ ക്യാമ്പിൻ്റെ സമാപനത്തിൽ പിരിഞ്ഞു പോകുന്ന നിങ്ങളുടെ മനസ്സിൽ ഈ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളല്ല, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളല്ല. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളുടെയും ലക്ഷ്യം നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിനെ ലോകത്തിന് എത്തിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായ ആളാണ് അദ്ദേഹം. എന്താ ചെയ്തത്? നിങ്ങൾ ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ തോന്നിച്ചാൽ ആയത്തൊക്കെ അതൊക്കെ മുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആനെ പറ്റി അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം മൂസാ നബി അലൈഹി സ്വലാം കടലിൽ അടിച്ചപ്പോൾ ഫംഫലക്കൽ ബഹറു ഫകാന കുല്ലു ഫിറകിൻ കത്തൗദിൽ അദീം, കടൽ പിളന്നു, എന്നിട്ട് മണലും മണ്ണ് നിൽക്കുന്ന പോലെ വെള്ളം നിന്നു എന്നിപ്പോൾ ഒരു അമുസ്ലിം വായിച്ചാൽ ഖുർആനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവില്ല അദ്ദേഹത്തിന്, അല്ലേ? അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? മനുഷ്യൻ ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന് വ്യാഖ്യാനിക്കേണ്ടത്, വിശദീകരിക്കേണ്ടത് സഹോദരങ്ങളെ. സുലൈമാൻ നബി എന്ന മഹാനായ ഒരു പ്രവാചകൻ ഉറുമ്പുകളോട് വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊരു അന്ധവിശ്വാസത്തിന്റെ ഗ്രന്ഥാന്ന് ആൾക്കാർ വിചാരിക്കൂലേ? അദ്ദേഹം അതിനൊക്കെ സുന്ദരമായി വ്യാഖ്യാനിച്ചു. കണ്ടോ, സുന്ദരമായി വ്യാഖ്യാനിച്ചു. ഇതിനെ ഖുർആനെ മൂസാ നബി ഇങ്ങനെ വടികുത്തിപ്പോയി എന്ന് വ്യാഖ്യാനിക്കുക. പിന്നെയോ ഉറുമ്പ് സംസാരിച്ചു എന്നല്ല, അതൊരു ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പെണ്ണ് സംസാരിച്ചു എന്ന് വെച്ചാൽ മതി. ഇങ്ങനെ ഖുർആൻ അത് വ്യാഖ്യാനം ചെയ്യുക. എന്നിട്ട് ഇതിന് ആയത്ത് തെളിവുദ്ധരിക്കുക. എവിടെ വെച്ചുകൊണ്ട് എന്താ ആയത്ത് പറഞ്ഞത്? വല്ലദീന ഇദാ ദുഖിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാനാ. ഈ ആയത്ത് അല്ലാഹു അങ്ങനെ ഉദ്ദേശിക്കാത്ത അർത്ഥമാണ് ഇവരിവിടെ പറഞ്ഞത്. അങ്ങനെ പറയുന്നതിൻ്റെ വിധി എന്താണ് നമ്മൾ പറയേണ്ട. ഇതിന് മറുപടി KNMകാർ പറയുന്നുണ്ട്, അവർ പറയട്ടെ, അനസ് മൗലവി പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നൊരു വിധി എന്താകും എന്നുള്ളത്. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൽ ആ ആയത്തിൽ അള്ളാഹു എന്ത് പറഞ്ഞോ അതിനെതിരാണ് ഈ പറയുന്നത്. റബ്ബ് എന്ത് പറഞ്ഞോ അതിന് നേരെ എതിരാണ് പറയുന്നത്. എന്താ അവിടെ ഖുർആൻ പറഞ്ഞു? വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖറൂ അലൈഹാ സുമ്മൻ വഉംയാനാ. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ ആയത്ത് കേട്ടാൽ അവൻ അതിനെ അന്ധമായി അനുകരിക്കാൻ പാടില്ല എന്നാണോ ഖുർആൻ പറയുന്നത്? അതല്ല, നേരെ എതിരാണോ? നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹ് പറഞ്ഞത് നേരെ എതിരാണ്. ഈ പറഞ്ഞതിന് നേരെ എതിരാണ് ആ ആയത്തിലുള്ളത്. ആ ആയത്തിന്റെ ആശയം ഈ പറഞ്ഞ ആശയത്തിന് നേരെ എതിരാണ്. ഒരു മനുഷ്യൻ കാഫിറാകുന്ന, കുഫറിൽ അകപ്പെട്ടു പോകുന്ന കലിമത്താണ് ആ പറഞ്ഞത്. അല്ലാഹ് എന്ത് വാക്കാണ് പറഞ്ഞത്? കുഫറിൽ അകപ്പെട്ടു പോകുന്ന വാക്കാണ് ഈ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത്. അപ്പോൾ ഇത് തിരുത്തണ്ടേ? നമ്മുടെ ബാധ്യതയല്ലേ? ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുക്കണേ സമ്മേളനം തന്നെ വെക്കണ്ടേ? അത് പറഞ്ഞു കൊടുക്കുക നമ്മുടെ ബാധ്യതയല്ലേ? കുഫറിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന വ്യാഖ്യാനമാണ് വിശുദ്ധ ഖുർആനിനെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം നൽകിയതെന്ന് മുജാഹിദിന്റെ ഔദ്യോഗിക ഗ്രൂപ്പിൽപ്പെട്ട അനസ് മൗലവി പറയുകയാണ്. ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ വിവാദങ്ങളാണ് ഉണ്ടാക്കിയത്. ഓരോ സമ്മേളനം കഴിയുമ്പോഴും ഒരു സുന്നത്ത് വിധേയത്താക്കും. കാസർഗോഡ് സമ്മേളനം നടന്നപ്പോഴാണ് പറഞ്ഞത് കുട്ടികളെ ചെവിയിൽ ബാങ്ക് കൊടുക്കാൻ പാടില്ല, അത് വിധേയത്താണ്. ഇക്കാലം മുജാഹിദ് ബാങ്ക് കൊടുക്കണം പറഞ്ഞു, അത് വിധേയത്താണ് പറഞ്ഞു. ഇവിടെ എത്തിയപ്പോഴോ ഓരോ സമ്മേളനം കഴിയുമ്പോഴും മുമ്പൊരിക്കൽ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഒരു മുജാഹിദ് മൗലവി പറഞ്ഞ നിസ്കാരത്തിന് ശേഷം ദ്വാർക്കുമ്പോൾ ദ്വാരമായി ദ്വാർക്കാൻ പാടില്ല, ഒറ്റക്ക് ദ്വാർക്കാം. ഇനി ഒറ്റക്ക് ദ്വാർക്കണമെങ്കിൽ തന്നെ കൈ ഇങ്ങനെ പിടിക്കരുത്, കൈ താത്തിട്ടിട്ട് ദ്വാർക്കാം. ഇവിടെ എത്തിയപ്പോൾ അതും പോയി. ദ്വാരത്തിന് ശേഷം കൈ മുഖത്ത് തടവാൻ പാടില്ല, അത് വിധേയത്താണ്. ഓരോ സമ്മേളനങ്ങളും ഓരോ വിധേയത്താണ്. ഇതുവരെ ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെ ഓരോ സമ്മേളനം കഴിയുമ്പോഴേക്ക് അത് വിധേയത്തായി മാറുന്ന സാഹചര്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടുതൽ പ്രസംഗിച്ചതാണ് സുന്നികൾ ചെയ്യുന്നതൊക്കെ വിധേയത്താണ്, കാരണം മുത്തുനബി അങ്ങനെ ചെയ്തിട്ടില്ല. എന്നിട്ടോ മുജാഹിദ് സമ്മേളനത്തിലൂടെ എന്താ ഉണ്ടായത്? വലിയൊരു നാടകം മുത്തുനബി കളിച്ചിരുന്നു.
നാടകത്തിന് വേണ്ടി മാറ്റിച്ചു, പാട്ടുകൾക്ക് വേണ്ടി. നമ്മളെ കുട്ടികൾ നബിദിനത്തിന്റെ സ്റ്റേജിൽ കയറിയിട്ട് നമ്മുടെ നബിയവർ ആരാണ് ഇത് പാടിയ വിധേയത്ത്. അപ്പൊ ചോദിക്കും മുത്തുനബിയോ സഹാബത്തോ അങ്ങനെ പാടിയിട്ടുണ്ടോ? ഇവിടെ നോക്കൂ നിങ്ങൾ, അവരെ സമ്മേളനത്തിൽ നടന്ന ഒരു നാടകത്തിന്റെ ചെറിയൊരു ഭാഗം കാണിക്കാം. മീശ വളർത്തും മുട്ടോളം മുട്ടറ്റം മുടിയും വളർത്തും, ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളതും ചെയ്യും, ഇത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളതും ചെയ്യും, മൈ ബോഡി മൈ ചോയ്സ്. അല്ല ഈ ചെക്കനെന്താ ഈ ദിക്റ് ചൊല്ലുമാരി ചൊല്ലി വരുന്നേ? ഇത് ദിക്റ് ചൊല്ലണ മാതിരി നാടകമല്ല, എത്ര കണ്ടാൽ മതി, ഉള്ള കണ്ട. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ നബിദിന റാലി നടത്തിയ പ്രശ്നമാണ്, ഷിർക്കാണ്, കുഫറാണ്, ബിദ്അത്താണ്. എന്നാലോ ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് റാലി നടത്തിയില്ലേ, വലിയ പാട്ടും വെച്ചിട്ട് റാലി നടത്തി. അപ്പൊ ഒരു പ്രശ്നമില്ല. നമ്മൾ നിങ്ങൾ മുത്തുനബിയുടെ സ്നേഹത്തിന്റെ ഭാഗമായി യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. അങ്ങനെ നബിയെ കുറിച്ച് പാടുന്ന നബിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ? മദീനത്തേക്ക് ചെന്നപ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ സഹാബത്തിന്റെ കുട്ടികൾ ദഫെടുത്തില്ലേ, മുട്ടിയില്ലേ, പാടിയില്ലേ? പാട്ടങ്ങനെ പാടിയപ്പോ നബി എന്താ പറഞ്ഞത്? ആ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചോദിച്ചില്ലേ, ഹൽ തുഹിബ്ബൂനനി, മക്കളെ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? ആ കുട്ടികൾ പറഞ്ഞു വല്ലാഹി ഇന്നാ നുഹിബ്ബുക യാ റസൂലുള്ളാഹ്, ഉണ്ട് നബിയെ, അങ്ങയെ ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ പാട്ട് മുട്ട് ദഫൊക്കെ ഉണ്ടായത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധേയത്താണ് പറഞ്ഞു, പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? വല്ലാഹി ഇന്നി ഉഹിബ്ബുക്കും ഖാലഹാ സലാസ മറ, 3 വട്ടം നബി തങ്ങൾ പറഞ്ഞു എനിക്ക് നിങ്ങളെയും ഇഷ്ടമാണ്, നിങ്ങളെയും ഇഷ്ടമാണ്. എന്നാൽ അങ്ങനെ റാലി നടത്തിയ ഷിർക്ക്, കുഫർ, ബിദ്അത്ത് ഇവരെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടോ നല്ല റാലി, ഒരു കുഴപ്പമില്ല. കണ്ടോളൂ, ഒരു മൈത്രി സന്ദേശം ലോകത്തിന് കൈമാറണം എന്നൊരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വർത്തമാനം പറയണം, ഭാവിയെ കുറിച്ചു നാം വർത്തമാനം പറയണം. എന്നുണ്ട് നമ്മൾ യാ നബി സലാം അലൈക്കും, ഇവര് ഭാവിയെ കുറിച്ച് വർത്തമാനം പറയണം. ഈ പാട്ടും പാടിവായ ഒരു കുഴപ്പമില്ല. ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നതാ. നോക്കൂ നിങ്ങൾ, നമ്മൾ എന്ത് ചെയ്താലും ഷിർക്ക്. മരിച്ചുപോയ നമ്മളെ പൂർവികരായ ആളുകൾക്ക് വല്ലതും ചെയ്താലോ അതും ബിദ്അത്ത്, ഷിർക്ക്, കുഫർ. എന്നാ ഇവിടെയോ, ഇവിടെ പ്രസംഗിച്ചൊരു മൗലവി ആ വിഷയം പറഞ്ഞു, മരണപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്താലും കിട്ടൂല, ഒരു കാര്യമില്ല, ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞു. എന്നിട്ടോ അതേ വേദിയിൽ തന്നെ ഒരാൾ പ്രസംഗിക്കുകയാണ്, ഈ സമ്മേളനത്തിന്റെ വെളിച്ചവും വറക്കത്തൊക്കെ കിട്ടുന്നത് ആരിലേക്ക്? ആ വക്ക മൗലവിയിലേക്ക് എത്തട്ടെ എന്ന്. ഓ, ആ വക്ക മൗലവി മരിച്ചിട്ടില്ലേ? ഒന്നെങ്കിലും വക്ക മൗലവി മരിക്കാതിരിക്കണം. ഇവിടെ പ്രസംഗിച്ചതാണ്. ഇവര് രസമുണ്ട്, ഈ പ്രസംഗിച്ച് പലതും ഇപ്പോഴും നെറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഖുർആൻ അന്ധമായി അനുകരിക്കുന്ന പറഞ്ഞില്ലേ, ആ ഭാഗം ഇപ്പോൾ കട്ട് ചെയ്തു. ഇപ്പൊ നെറ്റിലൊക്കെ കാണൂല. അതുവരെ മുമ്പേ ഉള്ളൊരു രീതിയാണ്. തഫ്സീർ സാവിയിൽ ഇമാം മുഹമ്മദ് സാവി റളിയല്ലാഹു അൻഹു വഹാബികളെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെ അങ്ങനെ വഹാബികളെ സ്വഭാവം പറഞ്ഞിട്ട് പറഞ്ഞു അവർ ഖവാരിജിയാക്കളെ പോലെയാണ്, ഖവാരിജിയാക്കളെ തനി പകർപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു യുഖാലു ലഹുമുൽ വഹാബിയ, അവരെ പേര് വഹാബികൾ എന്നാണ് അവർ വിളിക്കപ്പെടുക എന്ന് പറഞ്ഞപ്പോ ആ ഭാഗം തഫ്സീറിൽ നിന്ന് കട്ട് ചെയ്തു. കുറേ കാലം കേരളത്തിലെ തഫ്സീറിലത് കണ്ടിരുന്നില്ല. ഇപ്പൊ പിന്നെ ഈജിപ്തിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ ഇറങ്ങുന്ന തഫ്സീറിലത് കാണുന്നുണ്ട്. അപ്പൊ എന്താ, അന്ന് ഇവിടെ ചില പ്രസ്സുകളുണ്ട്, ഇവിടെ ഉണ്ടല്ലോ ചില പ്രസ്സുകളൊക്കെ, ആ പ്രസ് എന്നാണ് അടിച്ചത്. അപ്പൊ ആ ഭാഗം കട്ട് ചെയ്തു, യുഖാലു ലഹുമുൽ വഹാബിയ എന്നതുപോലെ ഈ ആധുനിക കാലത്തും കട്ടിയിൽ ഒരു മടിയില്ല. ഇവിടെ പ്രസംഗിച്ച പ്രസംഗം ഞാനിവിടെ ആദ്യം തന്നെ കുട്ടികളെ വിട്ട് വയസ്സ് പിടിപ്പിച്ചിരുന്നു. ആ പ്രസംഗം നെറ്റിൽ നോക്കി വെക്കുമ്പോൾ പ്രസംഗത്തിന്റെ ഭാഗം കട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾ കണ്ടോളൂ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രസംഗം തന്നെ വേണേ കണ്ടോളൂ. അതിൽ രണ്ടും കാണാൻ നിങ്ങൾക്ക്, കട്ട് ചെയ്ത ഭാഗം കാണാം, യഥാർത്ഥ ഭാഗം കാണാൻ കഴിയും. ായ ക്രിയാപദങ്ങൾ മാത്രമാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നതു തന്നെ മനുഷ്യന്റെ ബുദ്ധിയെ എത്രത്തോളം ഉപയോഗിക്കേണ്ടതുണ്ട് എന്നതിന്റെ ഭാഷാപരമായ അർത്ഥവ്യാപ്തിയെ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആദ്യമായി ആ ഭാഗം കട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞ ഖുർആനിന്റെ പ്രത്യേകതയാണ് ഖുർആനിൽ അന്ധമായി അനുകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഭാഗം പതുക്കന് കട്ട് ചെയ്തു. കട്ട് ചെയ്യാനാണ് ഇവന് പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഇവരെ തെറ്റുപറ്റിയതിന് അത് തുറന്നു പറയാം, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, അതുമില്ല.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നിട്ടൊരു മൗലവി പ്രസംഗിക്കുകയാണ്, ഈ സമ്മേളനത്തിൻ്റെ വെളിച്ചമൊക്കെ വക്കമ്മോരുടെ ഖബറിലേക്ക് എത്തട്ടെ. ഇക്കാലം വരെ എന്താ പറഞ്ഞത്? മരിച്ചവർക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇവിടുന്ന് പ്രസംഗിച്ചത് ഞാൻ എല്ലാം കേൾപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. മരിച്ചവർക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ലെന്ന് ഇവിടുന്ന് പ്രസംഗിച്ചു. അതേ ആളുകൾ തന്നെ പറയുന്നു, ഈ വലിയ സമ്മേളനത്തിന്റെ വെളിച്ചമൊക്കെ വക്കമ്മോരുടെ ഖബറിലേക്ക് എല്ലട്ടെ. പണ്ട് ചങ്ങരംകുളത്ത് സമ്മേളനം ഉണ്ടായപ്പോൾ AP അബ്ദുൽ ഖാദർ മൗലവി പ്രസംഗിച്ചു, ഈ സമ്മേളനത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ. അന്ന് പിറ്റേ ദിവസം നമ്മൾ ചങ്ങരംകുളത്ത് മറുപടി വെച്ചു. അന്ന് ആ ബറക്കത്തിന്റെ ഭാഗത്ത് നമ്മൾ പ്രസംഗിച്ചു. പിറ്റേ ദിവസം അവർ CD ഇറക്കി, അതിലെ ബറക്കത്തന്ന് കട്ട് ചെയ്തു. നിങ്ങൾ എത്ര കട്ട് ചെയ്താലും നിങ്ങളെ പിന്നാലെ സമസ്തന്റെ കുട്ടികൾ ഉണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നും രക്ഷപ്പെടാൻ പറ്റൂല. ഈ ടീമുകളെ പിന്നാലുണ്ട്. നേരത്തെ തങ്ങളുസ്താ പറഞ്ഞില്ലേ, അതിന് ഉസ്താമാരോ മുഷാറോ അമ്പർമാരും വേണ്ട, കുട്ടികളുണ്ട്. ഇവിടെ കുട്ടികളുണ്ട്. നിങ്ങളെ കട്ടുപിടിക്കാൻ കുട്ടികൾ മതി, അതിന് ആരും വേണ്ട. പറയണ്ട കേൾക്കും നിങ്ങൾ. ഈ വെളിച്ചം നഗരിയിലേക്ക് ഫെബ്രുവരി 4 മുതൽ ഒഴുകിയെത്തിയ ജലലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ കൊളുത്തിവെച്ച വെളിച്ചത്തിന്റെ പ്രതിഫലം അങ്ങ് വക്കം മൗലവിയുടെ ഖബറിടത്തിലേക്ക് എത്തുമെന്നുള്ളത് ഇതാണ് ചരിത്രം. എന്താ ചരിത്രം? ഈ സമ്മേളനത്തിന്റെ ഇത്ര ദിവസം നടന്ന സമ്മേളനത്തിന്റെ വെളിച്ചം വക്കം മൗലവിയുടെ ഖബറിലേക്ക് എത്തുന്നു. നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതിയാൽ ലായിസിലും അതെത്തൂല. മുജാഹിദ് സമ്മേളനത്തിന്റെ വിളിച്ചോ അത് സുഖമായിട്ട് വക്കമുള്ള ഖബറിലേക്ക് എത്തും. അപ്പൊ ഇവരതാണ് കുഴപ്പമില്ല, ഇവരുടെ ന്യായം അങ്ങനെയാണല്ലോ. ഇവരുടെ രീതി അങ്ങനെ. നമ്മൾ എവിടെയെങ്കിലും മരിച്ചോടത്ത് ഖുർആൻ ഓതിയ തെറ്റ്, മയ്യത്തുണ്ടോ ദിക്റില്ല തെറ്റ്, അതിനേക്കാൾ നല്ലത് മാതൃഭൂമി പത്രം വായിക്കലാണ് പോലും. അങ്ങനെ ഒരു പ്രസംഗിച്ചു. മരിച്ചോടത്ത് പോയിട്ട് ഖുർആൻ ഓതുന്നതിനേക്കാൾ നല്ലത് മാതൃഭൂമി പത്രം വായിക്കലാണ്. എന്നാൽ ഇബ്നു തൈമിയ മരിച്ചപ്പോഴോ, ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും വലിയ നേതാവ് ഇവിടുന്ന് പ്രസംഗിച്ചു ഇബ്നു തൈമിയെ കുറിച്ച്. ഇബ്നു തൈമിയ ആരാണെന്നൊക്കെ അതൊക്കെ നമുക്ക് ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇബ്നു തൈമിയ ആരാണെന്നും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം എന്താണെന്നും ഒക്കെ ഇവിടെ വളരെ കുറേ നേരം അതാ പ്രസംഗിച്ചത്. ആ ഇബ്നു തൈമിയ മരണപ്പെട്ടപ്പോൾ എന്താ ഉണ്ടായത്? ഇബ്നു തൈമിന്റെ ഖബറിലേക്ക് ആളുകൾ പോവുകയാണ്. രാവും പകലും ആൾക്കാർ പോയി അവിടെ താമസിക്കാൻ. എവിടെ? ഖബറിങ്ങെ. എന്താ പണി? യഖ്റഊന ഇൻദഹുൽ ഖുർആൻ. അവിടെ നിന്നൊരു ഖുർആൻ ഓതുക. പഴയ കാലത്ത് നമ്മൾ പറയില്ലേ, കത്തപ്പര കെട്ടി ഖുർആൻ ഓതാറില്ലേ? ആ പണി ഇബ്നു തൈമിന്റെ ഖബറിന്റെ അരികിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞില്ല. ഇബ്നു തൈമി പോകുന്ന സമയത്ത്, ഇബ്നു തൈമിയുടെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ആളുകൾ തലപ്പാവും തോളിലെ മുണ്ടുമെടുത്ത് മയ്യത്ത് കട്ടിലിന് മുകളിൽ ഇടുമായിരുന്നു. എന്നിട്ടോ ആ മുണ്ടെടുത്ത് മുത്തുമായിരുന്നു. എങ്ങനെ? ഇബ്നു തൈമിന്റെ മയ്യത്ത് കട്ടിൽ മുത്താൻ കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മയ്യത്ത് മുത്താൻ കിട്ടാത്തത് കൊണ്ട് ആ മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് തുണിയിടും. എന്നിട്ട് ആ തുണിനെടുക്കും, എന്നിട്ട് തുണി മുത്തും. ആര്? ഇബ്നു തൈമിയുടെ. ഒരു പ്രശ്നമില്ല. നമ്മളൊന്ന് ഖബറിങ്ങ പോയി ബറക്കത്തെടുത്താൽ അത് ശിർക്ക്. ഖബറിങ്ങ പോയാൽ ശിർക്ക്. ഇസ്തിഗാസ നടത്തിയാൽ ശിർക്ക്. ഇവിടെയും മൗലവി പ്രസംഗിച്ച എന്താ? CP ഉമർ സുല്ലമി അടക്കമുള്ള ആളുകൾ പറഞ്ഞ എന്താ? സമസ്ത കേരള ജമിയത്തുൽ പോലുള്ള മുസ്ലിം സംഘടനകളെ കുറിച്ച് പറഞ്ഞു, അവരൊക്കെ സമുദായത്തെ ഷിർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. മഅദല്ലാഹ്. ആരാണോ ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്നത്? ആരാണോ വിദേഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്? നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ ഇവർക്ക് ഷിർക്ക് എന്തെന്ന് മനസ്സിലായിട്ടില്ല. ഷിർക്ക് എന്താണ് മനസ്സിലായിട്ടില്ല. മനസ്സിലാകാത്തത് കൊണ്ടാണ് ഷിർക്കിലേക്ക് കൊണ്ടുപോയെന്ന് പറയുന്നത്. ഈ സമ്മേളനത്തിന്റെ സമാപന സംഗമത്തിൽ വെച്ച് ഞങ്ങൾ ഈ സമ്മേളനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ 10,000 സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ തയ്യാറാണോ? ഷിർക്ക് എന്താണ്, തൗഹീദ് എന്തെന്ന് ഒരു സംവാദം നടത്താൻ കരിപ്പൂരിൽ സമ്മേളനം നടത്തിയ മുജാഹിദുകൾ തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ 1000 വട്ടം തയ്യാറാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇവിടെ വെച്ചനാവാം. പരസ്യമാണ് ഞങ്ങൾ അങ്ങനെ ആവാം. നിങ്ങൾക്ക് പരസ്യമായിട്ട് വരാൻ പേടിയുണ്ടോ? ഓഡിറ്റോറിയത്തിലാവാം. ഞങ്ങൾക്കറിയാലോ ഇവർ വന്ന കഥയൊക്കെ. ഇവിടുത്തെ സെക്രട്ടറി ഞങ്ങൾക്ക് സംവാദത്തിൻ്റെ കഥ ഞങ്ങൾക്കറിയാം. അതിനാണോ? അത് റെഡിയാണ്. ഈ പാവങ്ങളിലെ ഈമാൻ ചൂഷണം ചെയ്യരുത്. ഈ പാവങ്ങളെ പറ്റിക്കരുത്. ഈ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഹക്കിൻ്റെ കൂടെ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിരവധി പറയാനുണ്ടെങ്കിലും 10 മണി വരെയാണ് എന്നോട് സമയം പറഞ്ഞത്. സമയം 10:15 നീട്ടിക്കൊണ്ട് ഉചിതമല്ലെന്ന് മനസ്സിലാക്കി ഞാൻ നിർത്തുന്നു. അള്ളാഹു നമ്മുടെ ഈ സദ്യുത്വമത്തെ സ്വീകരിക്കട്ടെ. ഇതിനോട് സഹായിച്ച എല്ലാവർക്കും അള്ളാഹുവെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.